श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. ക്രിയാമാർഗോപദേശം. ക്രിയാമാർഗം എന്നാൽ പൂജാവിധികളെക്കുറിച്ചുള്ള അറിവ്. ആ മാർഗത്തിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കുക. അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇനി പറയാൻ പോകുന്നത്. കേൾക്ക നീയെങ്കിൽ മത് പൂജാവിധാനത്തിന് ഓർക്കിൽ അവസാനമില്ലെന്നറിയുക നീ. അത് സംക്ഷേപിച്ച് പറയാൻ മാത്രമേ സാധിക്കുള്ളൂ, കാരണം അത്രയധികം വിവരിക്കേണ്ടതാണ് അത്. എങ്കിലും ചൊല്ലുവനൊട്ട് സംക്ഷേപിച്ചു. എന്തുകൊണ്ട് പറയുന്നു? നിന്നിലുള്ളൊരു വാത്സല്യം ഒഴുക്കയാൽ, നിന്നോട് അത്രയും വാത്സല്യമുള്ളതുകൊണ്ട്. ഇങ്ങനെയാണ് ഒരു ഗുരു ശിഷ്യന് ഉപദേശം കൊടുക്കുന്നത്. ഗുരുവിന് ഉപദേശിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള ശരണാഗതി അല്ലെങ്കിൽ ഗുരുസേവ ശിഷ്യനുണ്ടെന്ന് ഗുരുവിന് ബോധ്യപ്പെടണം. തന്നെ ഗൃഹ്യ ഉക്ത മാർഗേണ, ഓരോരുത്തർക്കും ഓരോ വർണ്ണാശ്രമികൾക്കും പറഞ്ഞിരിക്കുന്ന മാർഗത്താൽ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ, അതായത് ഏത് വർണ്ണത്തിലുള്ളവർക്കും ബ്രാഹ്മണനായി മാറാനുള്ള അവസരമുണ്ട്. ബ്രാഹ്മണ്യം എന്നാൽ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അവിടെ ഭഗവാൻ ഈ ഒരു ഗുണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദ്വിജത്വമുണ്ടാവുക, ബ്രാഹ്മണ്യം നേടുക. എന്നിട്ട് ആചാര്യനോട് മന്ത്രം കേട്ട് സാദരം ആചാരപൂർവം ആരാധിക്ക മാം എടോ. മാം എന്നാൽ എന്നെ. അതിന് ആദ്യം ഒരു ഗുരൂപദേശത്താൽ നമുക്ക് മന്ത്രദീക്ഷ വേണം. ആ മന്ത്രം ജപിച്ചുകൊണ്ടാണ് പൂജ ചെയ്യേണ്ടത്. ഇനി എങ്ങനെയൊക്കെ ചെയ്യാം? ഹൃത് കമലത്തിങ്കൽ ആകിലുമാം, അവനവൻ്റെ ഹൃദയത്തിൽ ആ ഭഗവാന്റെ പൂർണ്ണരൂപം അത് തെളിഞ്ഞു വരികയാണെങ്കിൽ ആ രീതിയിൽ പൂജിക്കാം. പുനരഗ്നി ഭഗവാങ്കലാകിലും ആമെടോ, അഗ്നിയെ ഭഗവാനായി സങ്കല്പിച്ച് പൂജ ചെയ്യാം. അല്ലെങ്കിൽ മുഖ്യ പ്രതിമാദികളിൽ എന്നാകിലും, ഇനി അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു വിഗ്രഹം വെച്ച് പൂജിക്കാം. അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും, അർക്കൻ സൂര്യനെ ഭഗവാനായി സങ്കല്പിച്ച് പൂജ ചെയ്യാം. അപ്പ് ജലം, വെള്ളത്തിനെ, അത് ഭഗവാനായി സങ്കല്പിച്ച് ചെയ്യാം. സ്തണ്ടിലത്തിങ്കലും, സ്തണ്ടിലം എന്നാൽ ഇങ്ങനെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ചതുരാകൃതിയിൽ വളരെ വൃത്തിയാക്കി വെച്ച ഒരു സമതലം, ഒരു സ്ഥലത്തിനെയാണ് സ്തണ്ടിലം എന്ന് പറയുന്നത്. ഇനി നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമം എത്രയും. വിഷ്ണു ഭഗവാനെ ആവാഹിച്ച ഒരു ശിലയായിട്ടാണ് സാളഗ്രാമത്തെ കാണുന്നത്. അങ്ങനെ ഒരു സാളഗ്രാമം ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം, അത് വെച്ച് പൂജിക്കാൻ വളരെ നല്ലതാണ്. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാൽ, അതിന് തന്ത്രവിദ്യ പഠിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങൾ പഠിച്ച് അതുകൊണ്ട് ആദരാൽ മൃല്ലേപനാദി വിധി വഴി, മൃത്ത് എന്നാൽ മണ്ണ് കുഴച്ച് ലേപനം ചെയ്യുക തുടങ്ങിയ ക്രിയകളൊക്കെ ഈ ഒരു പൂജാവിധിക്കുണ്ട്. കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ, ദേഹശുദ്ധിക്ക് കുളിച്ച് വരണം. എന്നിട്ട് മൂലമറിഞ്ഞ്, ആ മൂലമന്ത്രം അറിഞ്ഞ്, ഓരോ ദേവതാ സങ്കല്പത്തിനും ഓരോ മൂലമന്ത്രമുണ്ട്, അതറിഞ്ഞ് സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്ത്. ഇവിടെ കാലേ കുളിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന സന്ധ്യ ഉഷസന്ധ്യയാണ്, പ്രാതസന്ധ്യ. എന്നിട്ട് നിത്യകർമ്മം ചെയ്തു. ആ സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ.
പിന്നീട് ആ വിഗ്രഹത്തെ ഒന്ന് ശുദ്ധിയാക്കുന്ന ഒരു കർമ്മമുണ്ട്. അതാണ് നമ്മുടെ സങ്കല്പത്തെ, നേരത്തെ പറഞ്ഞു സൂര്യനെ സങ്കല്പിക്കാം, അഗ്നിയെ സങ്കല്പിക്കാം, അങ്ങനെ ഏതിനെയും ഏതാണോ നമ്മൾ സങ്കല്പമാക്കി വെച്ചിരിക്കുന്നത് അതിനെ ശുദ്ധ്യർത്ഥമായി ചെയ്യുക, അതിനെ ശുദ്ധിയാക്കുക. ആചാര്യനായത് ഞാൻ എന്ന് കൽപ്പിച്ചു. ഇത് ഇവിടെ ഭഗവാനാണ് പറയുന്നത്. ആചാര്യൻ ഞാനാണ് എന്ന് സങ്കല്പിച്ച് പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു. ഒരു വിഗ്രഹമാണെങ്കിൽ ആ വിഗ്രഹത്തെ ആദ്യം സ്നാപനം, കുളിപ്പിക്കുക. അത് ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. പിന്നീട് ആ വിഗ്രഹത്തിൻ്റെ ശോഭ കൂട്ടുന്നതിനായിട്ട് നന്നായിട്ട് പ്രമാർജനം. പ്രമാർജനം എന്നാൽ തുടച്ച് വൃത്തിയാക്കൽ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട്, നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ടും അങ്ങനെ പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. അങ്ങനെ ആരാണോ പൂജിക്കുന്നത് അവൻ ആഗ്രഹിക്കുന്നതെന്തും ലഭിക്കും. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ, വിഗ്രഹത്തെ അലങ്കരിച്ച് നല്ല വസ്ത്രമൊക്കെ ഉടുപ്പിച്ച് മാലയിടിയിക്കുക, ഇതൊക്കെ എനിക്ക് പ്രസാദം എന്നറിയുക നീ. എനിക്ക് വലിയ ഇഷ്ടമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അഗ്നിയെ സങ്കല്പിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഹവിസ്സുകൊണ്ട്, നെയ്യ് തുടങ്ങിയ ഹവിസ് ദ്രവ്യങ്ങൾ അതുകൊണ്ട് ആദരാൽ പൂജിക്കുക. ഇനി അർക്കനെയാണെങ്കിൽ, സൂര്യനെയാണെങ്കിൽ സ്തണ്ടിലത്തിങ്കൽ എന്നാകിലോ. സ്തണ്ടിലം എന്ന് പറഞ്ഞാൽ ആ സൂര്യൻ്റെ പ്രകാശം വീഴുന്ന ഒരു സ്ഥലത്തെ നമ്മളൊരു പൂജ അതിനായിട്ട് ഒരുക്കുക, അങ്ങനെ അവിടെ ചെയ്യുക. ഇങ്ങനെ മുൻപിലെ സർവ പൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. പൂജ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ എല്ലാ പൂജാദ്രവ്യങ്ങളുമൊക്കെ അവിടെ ഒരുക്കി വെക്കണം, എന്നിട്ട് വേണം തുടങ്ങാൻ. ശ്രദ്ധയോടും കൂടെ, വാരി എന്നാകിലും ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, പത്രം, പുഷ്പം, ഫലം, തോയം ഇവയൊക്കെ നിങ്ങൾ ഭക്തിയോടെ എനിക്ക് തരികയാണെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടമാണ്. അത് തന്നെ ഭഗവാൻ ഇവിടെ പറയുന്നു. നിങ്ങൾ ഇത്രയും പൂജാ സാധനങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, കൂടുതൽ പൂജാദ്രവ്യങ്ങൾ വെച്ചൊന്നും ചെയ്തില്ലെങ്കിലും ശ്രദ്ധയോടുകൂടെ വാരി ഒരിത്തിരി ജലമാണെങ്കിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. ഭക്തിയോടുകൂടെയാണ് നിങ്ങൾ തരുന്നതെങ്കിൽ എനിക്ക് അത്രയും പ്രിയമാണ്. കുറച്ച് ജലം ഭക്തിയോടെ തന്നാൽ തന്നെ പ്രിയമാണെങ്കിൽ പിന്നെ ഗന്ധ, പുഷ്പ, അക്ഷത, ഭക്ഷ്യ, ഭോജ്യാദികൾ എന്ത് പിന്നെ പറയണമോ ഞാനടോ. അപ്പോൾ പിന്നെ നല്ല ഭക്തിയോടുകൂടെ തന്നെ സുഗന്ധപുഷ്പങ്ങളും അക്ഷതം, നെല്ലും അരിയും ഒക്കെ ചേർന്ന ഒരു പൂജാദ്രവ്യം, ഭക്ഷ്യം, ഭഗവാന് നിവേദിക്കാനുള്ള സാധനങ്ങൾ, ഭോജ്യാദികൾ ഇവയൊക്കെ കൊണ്ടാണ് പൂജിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറയണമോ. അപ്പോൾ അതിപ്രിയമാണ് എന്നർത്ഥം. ഇനി ഇരിക്കേണ്ട വിധം പറയുന്നു. വസ്ത്ര, അജിന, കുശാദ്യങ്ങളാൽ ആസനം, നല്ലൊരു ഇരിപ്പിടം തയ്യാറാക്കണം. അതിനാദ്യം കുശപ്പുല്ല് വെക്കണം, അതിന് മുകളിൽ അജിനം, മരവുരി, പുലിത്തോല് പോലെ അങ്ങനെ അത് വെക്കണം. വസ്ത്രം, പിന്നെ നല്ലൊരു വസ്ത്രം വെക്കണം. ഇവയാൽ ആസനം ഉത്തമമായത് കൽപ്പിച്ചുകൊള്ളണം. അങ്ങനെ ഒരു ആസനം തയ്യാറാക്കണം. എന്നിട്ട് ദേവസ്യ സമ്മുഖേ, ആ പ്രതിമ വെച്ചിട്ട് ദേവന് അഭിമുഖമായിട്ട് ശാന്തനായി ചെന്നിരുന്ന് ആവിർമുത ലിപിന്യാസം കഴിക്കണം. ന്യാസം ചെയ്യുക എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു മൂലമന്ത്രം ഗുരു ഉപദേശിച്ചു തരുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഏത് മന്ത്രമാണോ ജപിക്കേണ്ടത് അതിൻ്റെ ഓരോ അക്ഷരങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലാക്കി വെച്ച് അവിടെ ന്യസിക്കുക, അവിടെ വെക്കുക. ഇതിനെയാണ് ന്യാസം എന്ന് പറയുന്നത്. പൊതുവേ എല്ലാ സ്തോത്രങ്ങളിലും ആദ്യം ന്യാസമുണ്ട്. പക്ഷെ അത് അറിയണം, ആ വിധിയാം വണ്ണം അറിഞ്ഞെങ്കിലേ അത് ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ധ്യാന ശ്ലോകം മുതൽ മാത്രം തുടങ്ങുന്നത്. ന്യാസം പൊതുവേ പറയാറില്ല. കാരണം അത് അറിഞ്ഞു വേണം ചെയ്യാൻ. നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കും, വിരലുകളിൽ വയ്ക്കും, മൂർധാവിൽ വയ്ക്കും. ഇങ്ങനെ ന്യാസം ചെയ്ത് മന്ത്രാക്ഷരങ്ങളെ പറയുന്നതിനെയാണ് ലിപിന്യാസം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ വേറെയും ന്യാസങ്ങളുണ്ട്. അതാണ് ചെയ്യുക, തത്വന്യാസം,
കേശവാദ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചര ന്യാസവും. ഇതൊക്കെ പല വിധത്തിലുള്ള ന്യാസങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് തന്ത്രവിദ്യ അറിയുന്നവർക്ക് പറഞ്ഞു തരാൻ സാധിക്കും. പിന്നെ മന്ത്രന്യാസവും ചെയ്ത് സാദരം തന്നുടെ മുമ്പിൽ, ആ പൂജ ചെയ്യാൻ ഇരിക്കുന്നയാൾ തൻ്റെ മുമ്പിലെ വാമേ ഇടത് ഭാഗത്തായിട്ട് കലശം വെച്ച്, ഒരു കുടത്തിൽ വെള്ളം നിറച്ച് അവിടെ വെച്ച്, ദക്ഷിണഭാഗെ വലത്ത് ഭാഗത്തായിട്ട് കുസുമാദികളെല്ലാം പുഷ്പങ്ങളൊക്കെ അക്ഷത ഭക്ത്യൈവ. ഇവിടെ അക്ഷതം എന്നതിന് ക്ഷതമില്ലാത്ത, നശിക്കാത്ത, അത്രയും ശ്രദ്ധയോടുകൂടിയ ഭക്തിയോടെ സംഭരിച്ചിടണം, അവിടെ വയ്ക്കണം. ഇനി അർഘ്യപാദ്യപ്രദാനാർത്ഥമായും ഓരോ ആവശ്യങ്ങൾക്കായിട്ട് 4 പാത്രങ്ങൾ വെക്കണമെന്ന് പറയുകയാണ്. അതിൽ ഒന്നിൽ അർഘ്യപാദ്യ പ്രദാനം. അർഘ്യം എന്നാൽ പൂജാതി ദ്രവ്യങ്ങളും അതിന് വേണ്ടുന്ന ജലവും, പാദ്യം കാൽ കഴുകിക്കാനുള്ള വെള്ളം. ഇവിടെ ആചാര്യൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ കാൽ കഴുകിക്കുക. അപ്പോൾ ഇതിനായിട്ടും ഇനി മധുപർക്ക അർത്ഥം. മധുപർക്കം എന്നാൽ പഞ്ചാമൃതം പോലെ ഒരു നിവേദ്യം, അത് വയ്ക്കാനായിട്ട്. ഇനി ആചമനാർത്ഥം, അവനവനെ ശുദ്ധീകരിക്കാനായിട്ട് എന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം. അപ്പം അർഘ്യത്തിന് വേറെ, പാദ്യത്തിന് വേറെ, മധുപർക്കം, ആചമനം, ഇങ്ങനെ 4 പാത്രങ്ങളിലായിട്ട് വെള്ളം വെക്കണം. പേർത്ത് മറ്റൊന്നും നിരൂപണം കൂടാതെ മത്കലാം ജീവസജ്ഞാം, അതായത് മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ ധ്യാന നിമഗ്നനായിട്ട് ഏകാഗ്രതയോടെ ഭഗവാൻ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ കലാം, മത്കലാം, ഭഗവാന്റെ കലാംശമാണ് നമ്മുടെ ജീവസജ്ഞ, ജീവാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ തട്ടിത് ഉജ്വലാം. തട്ടിത്ത് എന്നാൽ മിന്നൽ, മിന്നൽ കണക്കെ നമ്മുടെ ഉള്ളിൽ ആ ജീവാത്മാവ് പ്രകാശിക്കുന്നു എന്ന് ഹൃത്കമലേ, നമ്മുടെ ഹൃദയത്തിൽ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം, പിന്നെ നമ്മൾ ധ്യാനിക്കേണ്ടത് ആ പ്രകാശസ്വരൂപം ത്വയാ വ്യാപ്തമെന്നുറയ്ക്കണം, ഇളക്കവും കൂടാതെ. ഭഗവാനെ അങ്ങയാൽ, അങ്ങ് തന്നെ ആയിരിക്കുന്ന പരമാത്മാവിൻ്റെ ആ അംശം ജീവാത്മസ്വരൂപത്തിൽ എൻ്റെ ഉള്ളിലിരിക്കുന്നു, അതിനാൽ വ്യാപ്തം, എൻ്റെ ഈ ദേഹം മുഴുവൻ വ്യാപ്തമായിരിക്കുന്നു എന്ന് ഉറയ്ക്കണം, ഇളക്കവും കൂടാതെ. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് അത്രയും ധ്യാന നിരതനായിരിക്കണം. ധ്യാനനിരതന്മാരായിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് ആവാഹയേ പ്രതിമാദിഷു മത്കലാം. അപ്പം അവനവൻ്റെ ഉള്ളിലെ ജീവാംശത്തെയാണ് ആ പ്രതിമയിലേക്ക് നമ്മൾ ആവാഹിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഏത് ദേവനെയാണോ പൂജിക്കുന്നത് ആ ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. ആ പ്രതിമ ആ ദേവൻ തന്നെയാണെന്ന് നമ്മൾ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. പാദ്യവും അർഘ്യം തഥാ മധുപർക്കം ഇത്യാദ്യൈഹി. അപ്പോൾ നേരത്തെ ഓരോ പാത്രങ്ങളിൽ എടുത്തു വച്ച ഓരോ ദ്രവ്യങ്ങളായിട്ട് ആ പ്രതിമയെ പൂജിക്കുക. പുനഃ സ്നാനം, കുളിപ്പിക്കുക, വസ്ത്രവിഭൂഷണം, വസ്ത്രം ഇടുവിക്കുക, നല്ല അലങ്കാരങ്ങൾ ചെയ്യുക. ഇങ്ങനെ എത്രയുണ്ടുള്ളത് ഉപചാരം. ഉപചാരം എന്നാൽ ആ വിഗ്രഹത്തെ പൂജിക്കാൻ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ സാധിക്കുമോ അതിനെയാണ് ഉപചാരം എന്ന് പറയുന്നത്. ഇത് തന്ത്രവിദ്യയിലുണ്ട് ഏതൊക്കെ ഉപചാരങ്ങളാണ് എന്നത്. അപ്പോൾ എത്രയൊക്കെ ഉപചാരങ്ങളുണ്ടോ എന്നാൽ അതത്രയും കൊള്ളാം എനിക്കെന്നതേ ഉള്ളൂ. എത്രത്തോളം ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആഗമോക്ത പ്രകാരേണ, ആഗമം എന്നാൽ വേദം, വേദം പറഞ്ഞിരിക്കുന്ന വിധത്തിലുള്ള നീരാജനൈഹി. ഇവിടെ ദേവസങ്കല്പമാണ്. അപ്പോൾ ദേവന്മാരെ കുളിപ്പിക്കുന്ന ആ ഒരു രീതിയുണ്ട്, അവരുടെ സ്നാനം. അതിനാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ധൂപ ദീപൈർ നിവേദ്യൈഹി ബഹുവിസ്തരൈഹി, നിവേദ്യങ്ങൾ തയ്യാറാക്കുക, ദീപം കത്തിക്കുക. ശ്രദ്ധയാ നിത്യമായി അർച്ചിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. എത്രത്തോളം ഭക്തിയോടുകൂടെയാണോ നിങ്ങൾ എനിക്ക് സമർപ്പിക്കുന്നത് അത് തീർച്ചയായും ഞാൻ കഴിച്ചിരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഹോമം അഗസ്ത്യോക്ത മാർഗകുണ്ടാനലെ മൂലമന്ത്രം കൊണ്ടു ചെയ്യാം അതെന്നിയേ. ഇനി ഒരു ഹോമം ചെയ്യുകയാണെങ്കിൽ, അഗ്നിയിൽ ഹോമിക്കുകയാണെങ്കിൽ അഗസ്ത്യൻ പറഞ്ഞ ഒരു മാർഗമുണ്ട്, അത് പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാം.
ആ മൂലമന്ത്രം കൊണ്ട് ചെയ്യാം. അതെന്നിയെ എന്നാൽ അതല്ലെങ്കിൽ ഭക്ത്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ, അല്ലെങ്കിൽ പുരുഷ സൂക്തം അറിയാമെങ്കിൽ അത് വെച്ച് പൂജ ചെയ്യാം. ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാരാനി ഔപാസനാഗ്നൗ ചരുണാ ഹവിഷ അധ. ഇനി നീ മനസ്സിലാക്കിക്കൊള്ളുക ലക്ഷ്മണ, ഉപാസനം ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്നിയെയാണ് സങ്കല്പിക്കുന്നതെങ്കിൽ അതിൽ ചരുണം എന്നാൽ പ്രത്യേകമായി തയ്യാറാക്കുന്ന ചോറ്, നിവേദ്യ ചോറ്, ഹവിഷ നെയ് തുടങ്ങിയ ഹവിസുകളെ കൊണ്ട് ഒക്കെ ഉപാധി എന്നാൽ നമ്മൾ അതിലേക്ക് കോരി ഒഴിക്കുന്ന പാത്രങ്ങൾ, അങ്ങനെ ചെയ്യുക ഹോമം മഹാമതേ. തപ്ത ജാംബുനദ പ്രഖ്യം മഹാപ്രഭം. തപ്ത ജാംബുനദം എന്നാൽ തപ്തം നല്ല ചുട്ടുപഴുത്ത സ്വർണം പോലെ, അതാണ് ജാംബുനദ പ്രഖ്യം. അതുപോലെ മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം, നല്ല ദീപ്തമായിട്ടുള്ള വെട്ടിത്തിളങ്ങുന്ന ആഭരണങ്ങളൊക്കെ ധരിച്ച എന്നെ മാമേവ വഹ്നിമധ്യസ്ഥിതം ധ്യാനിക്കുക, ഞാൻ തന്നെയാണ് ആ വഹ്നിയിൽ ഇരിക്കുന്നത് എന്ന് ധ്യാനിച്ചുകൊണ്ട് ഹോമകാലേ ഹൃദി ഭക്തിയാ ബുധോത്തമൻ. അങ്ങനെ വേണം ഹോമകാലത്തിൽ. ബുധോത്തമൻ എന്നാൽ അത് അറിയുന്നവൻ, ഇതെല്ലാം അറിയുന്ന ഒരു ഭക്തൻ അല്ലെങ്കിൽ പണ്ഡിതൻ എന്നൊക്കെ വിളിക്കാം. അങ്ങനെയുള്ള ഒരാൾ ഭക്തിയോടുകൂടെ ഇത് മനസ്സിൽ വിചാരിച്ചായിരിക്കണം, അഗ്നി എന്നാൽ ഞാൻ തന്നെയാണ് എന്ന് സങ്കല്പിച്ചു വേണം ആ പൂജ ചെയ്യാൻ. പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയേൻ മന്ത്രവിത്. പാരിഷദാനാം എന്ന് വെച്ചാൽ ഉപദേവന്മാർക്ക് ബലിദാനവും ചെയ്ത് ഹോമശേഷത്തെ സമാപയേത് മന്ത്രവിത്. മന്ത്രോപചാരം ചൊല്ലി മന്ത്രോപചാരത്തോടുകൂടെ ആ ഹോമത്തെ അവസാനിപ്പിക്കണം. ഭക്ത്യാ ജപിച്ചുമാം ധ്യാനിച്ച് മൗനിയായി വക്ത്രവാസം നാഗവല്ലി ദലാദിയും. വക്ത്രവാസം എന്നാൽ നല്ല വായയ്ക്ക് നല്ല സുഗന്ധം കൊടുക്കുന്ന നാഗവല്ലി ദലാദിയും വെറ്റിലയും ഒക്കെ ദത്വാ കൊടുത്തിട്ട് മദഗ്രേ മഹത് പ്രീതിപൂർവകം. അപ്പോൾ പൂജ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന് പ്രീതി നൽകുന്ന വിധത്തിലുള്ള നൃത്ത ഗീതി സ്തുതി പാഠാദിയും ചെയ്ത് നൃത്തം ചെയ്യാം, ഭജന ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാം ഉറപ്പിച്ച് വിനീതനായി, ഉള്ളിൽ എന്നെ അങ്ങോട്ട് ഉറപ്പിക്കണം, അങ്ങനെ വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെ, ഭഗവാന് നിവേദിച്ചത് ഭഗവാൻ തിരിച്ചു തരുന്നു എന്ന ഭാവേന അത് പ്രസാദമായി സ്വീകരിച്ച് പുനരുത്തമാങ്കേ നിധായ ആനന്ദപൂർവകം, അങ്ങനെ ആ പ്രസാദത്തെ നമ്മുടെ ശിരസിൽ അത് സ്വീകരിച്ച് ആനന്ദപൂർവകം ഭഗവാനോട് പ്രാർത്ഥിക്കണം. രക്ഷമാം ഘോര സംസാരാത് ഇതി, ഈ ഘോര സംസാരത്തിൽ നിന്ന് ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് മുഹുഹു ഉക്ത്വ പറഞ്ഞുകൊണ്ടേയിരുന്ന് നമസ്കാരവും ചെയ്ത അനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ് മഹസിംഗലിത്തം ദിനമനുപൂജിക്ക മത്സഖേ. അപ്പം നമ്മൾ നമ്മുടെ കലാംശത്തെ ആ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചിരുന്നു, അതിനെ തിരിച്ച് ഉദ്വസിപ്പിക്കുക എന്നാൽ അതിനെ നിവർത്തിക്കുക. അങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ ദിവസവും പൂജിക്കുക മത്സഖേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുത നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ, ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും, സാരൂപ്യമുക്തിയെ ഉണ്ടാകും, സാരൂപ്യമുക്തി ഉണ്ടാവുമെന്നാണ് പറയുന്നത് ദേഹനാശം സംഭവിക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ ഐഹിക സൗഖ്യങ്ങൾ എന്ത് ചൊല്ലേണമോ, അപ്പോൾ ഞാനിനി പ്രത്യേകം പറയേണ്ടതുണ്ടോ? ആ ആൾക്ക് ഐഹികമായ ഇഹലോകവാസത്തിന് വേണ്ടുന്ന എല്ലാ സുഖവും ലഭിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇനി ഈ ക്രിയായോഗത്തിൽ പറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള ഒരു അറിവില്ല എങ്കിൽ ഇത്തം അയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യിലോ. ഈ ഒരു ക്രിയായോഗത്തെക്കുറിച്ച് ഭഗവാൻ ഉപദേശിച്ചത് ഭക്തിയോടെ കേട്ടാൽ തന്നെ മതി. ഇനി പഠിക്കുക,
പഠിക്കുക എന്ന് വെച്ചാൽ പാഠം ചെയ്യുക, പാരായണം ചെയ്യുക. അങ്ങനെ ചെയ്കിലോ നിത്യപൂജാ ഫലമുണ്ടവനെന്നതും, ഇപ്പോൾ ഈ ചെയ്ത പോലെ പൂജ ചെയ്ത ഫലം അവന് ലഭിക്കും. ഭക്തപ്രിയൻ അരുൾ ചെയ്താൻ അതുനേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട്. ഭക്തപ്രിയനായിട്ടുള്ള ഭഗവാൻ ശേഷാംശൻ, ആദിശേഷന്റെ അംശജാതനായ ലക്ഷ്മണനോട് അശേഷം ഇതം അരുൾ ചെയ്തോരനന്തരം, ഇങ്ങനെയെല്ലാം ക്രിയായോഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തതിന് ശേഷം മായാമയനായ നാരായണൻ പരൻ, ഇത്രയും നേരം ഭഗവാൻ ആ പരമാത്മാവിൻ്റെ തലത്തിലിരുന്നു കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് മായയെ അങ്ങോട്ട് സ്വീകരിച്ചിട്ട് മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. സീതയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങി. ഹാ ജനകാത്മജേ സീതേ മനോഹരേ, ഹാ ജനമോഹിനി നാഥേ മമ പ്രിയേ, ഏവമാതി പ്രലാപം ചെയ്തു നിദ്രയും ദേവദേവന് വരാതെ ചമഞ്ഞിതു. ഉറക്കമൊന്നുമില്ലാതെ അങ്ങനെ ആകെ അസ്വസ്ഥനായിട്ട് കിടക്കുകയാണ്. സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ട് സൗമുഖ്യമോട് മരുവും ചില നേരം. സൗമിത്രി എന്തെങ്കിലുമൊക്കെ ആശ്വസിപ്പിക്കുമ്പോൾ അങ്ങനെ കുറച്ചു നേരം ഒരു സുഖം കിട്ടും. അങ്ങനെ ഭഗവാൻ അവിടെ വിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത്. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, ക്രിയായോഗത്തെക്കുറിച്ച് പഠിച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഭക്തിയോടെ കേട്ടാൽ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പഠിക്കുകയോ കേൾക്കുകയോ, ദിവസവും ഇത് മാത്രം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ ആ പൂജാവിധിയെ പറഞ്ഞിടത്തം വരെ ചെയ്താൽ മതി. അതായത് ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ് മഹസിംഗൽ ഇത്തം ദിനമനുപൂജിക്ക മത്സഖേ, ഇത്രയും വായിച്ചാൽ മതിയാകും. അതായത് ഈ ഒരു പാഠം മാത്രമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ, ഭഗവാൻ പറഞ്ഞല്ലോ നിത്യവും പൂജ ചെയ്യുന്ന ഫലം ലഭിക്കുമെന്ന്, അതിനുവേണ്ടി വായിക്കുമ്പോൾ. അല്ലാതെ നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോൾ ഇതെല്ലാം വായിക്കും. ഹനുമത് സുഗ്രീവ സംവാദം. ഇങ്ങനെ വാഴുന്ന കാലം ഒരു ദിനം അങ്ങ് കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു പവനജൻ, അഗ്രേ വണങ്ങി നിന്ന് ഏകാന്തമാം വണ്ണം. ഇപ്പോൾ ഭഗവാൻ ചാതുർമാസ്യ വ്രതം കഴിഞ്ഞു വരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ടും സുഗ്രീവൻ ഒരു ഉത്തരവാദിത്വവും എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഹനുമാൻ ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നത്, ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കേൾക്ക കപീന്ദ്ര, നിനക്ക് ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവ സാദരം. ഒരു നല്ല മന്ത്രി എപ്പോഴും ഭാര്യയും ഇവർ രണ്ടുപേരും ഭർത്താവിന്, തൻ്റെ യജമാനന്, സ്വാമിക്ക് ഹിതമായിട്ടുള്ള വാക്കുകളെ പറയണം. വേണ്ടത് വേണ്ട സമയത്ത് ഓർമ്മിപ്പിക്കണം. അതാണ് ഒരു ഭാര്യയുടെ കർത്തവ്യം. അതുകൊണ്ടാണ് ഭാര്യയെ, ഉത്തമയായ ഭാര്യ കാര്യേഷു മന്ത്രിയായിരിക്കും. ഭർത്താവ് ഏതെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അല്ലെങ്കിൽ മറന്നു പോകുന്നു എന്ന് കാണുമ്പോൾ കൃത്യസമയത്ത് ഓർമ്മിപ്പിക്കേണ്ടവളാണ് ഭാര്യ. അത് ഹിതോപദേശമാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും കുടുംബത്തിനും ഹിതമായിട്ടുള്ള കാര്യമാണ് പറയേണ്ടത്. അതാണ് ഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നു. നിന്നുടെ കാര്യം വരുത്തി രഘൂത്തമൻ. ശ്രീരാമചന്ദ്രൻ പറഞ്ഞ പാടെ സുഗ്രീവന് വേണ്ടുന്ന കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞു. അതിൽ നിന്നും രഘൂത്തമൻ സത്യവ്രതൻ പുരുഷോത്തമൻ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ നീയോ നിരൂപിച്ചീല അതേതുമെന്ന് എന്നുടെ മാനസേ തോന്നുന്നു ഇത് ഇന്നഹോ. പക്ഷേ ഹനുമാൻ പറയുകയാണ്, അദ്ദേഹം ഒരു സമയം നിനക്ക് തന്നിരുന്നു. ആ സമയം കഴിഞ്ഞിട്ടും നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബാലി മഹാബലവാൻ, കപിപുങ്കവൻ, ത്രൈലോക്യ സമ്മതൻ, ദേവരാജ ആത്മജൻ, ദേവരാജനായ ഇന്ദ്രന്റെ മകനാണ്. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ. നീ കാരണമാണ്, നിനക്ക് വേണ്ടിയാണ് ബാലിയെ വധിച്ചത്. മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു. അങ്ങനെ ആദ്യമേ തന്നെ നിനക്ക് വേണ്ടുന്ന രാജ്യമൊക്കെ ഭഗവാൻ തിരിച്ചു തന്നു.
രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നീടു നീ. ഇവിടെ താരയെ തൻ്റെ പട്ടമഹിഷിയുടെ സ്ഥാനത്ത് വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ വാൽമീകി രാമായണത്തിൽ പറയുന്നത്, ബാലി മരിക്കാൻ നേരം സുഗ്രീവനോട് പറഞ്ഞിരുന്നു എന്ത് കാര്യത്തിനും താരയോട് അഭിപ്രായം ചോദിക്കണം, കാരണം അവൾ പറയുന്ന ഏത് കാര്യവും അനുസരിച്ചാൽ അത് ശ്രേയസ്സിനാണ് എന്ന് ബാലി തന്നെ പറഞ്ഞിരുന്നു. പിന്നെ മുൻപ് രുമയെ, അതായത് സുഗ്രീവന്റെ ഭാര്യയെ ബാലി ഭാര്യയാക്കി വെച്ചത് സുഗ്രീവൻ ജീവിച്ചിരിക്കെ ആണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് പാപമായി തീരുന്നത്. എന്നാൽ വിധവയായിട്ടുള്ള ജ്യേഷ്ഠത്തി അമ്മയെയോ ജ്യേഷ്ഠൻ്റെ ഭാര്യയെയോ അനുജൻ്റെ ഭാര്യയെയോ ഭാര്യാസ്ഥാനത്ത് കണ്ടുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നത് തെറ്റല്ല എന്നാണ് പൊതുവെ ക്ഷത്രിയ ധർമ്മം പറയുന്നത്. അങ്ങനെ മഹാഭാരതത്തിൽ നമുക്ക് കാണാം. മഹാഭാരതത്തിൽ കുട്ടികളില്ലാതിരുന്ന സമയത്ത് വിചിത്രവീര്യൻ്റെ ഭാര്യമാരെയാണ് വ്യാസഭഗവാൻ പുത്രോത്പാദനത്തിനായിട്ട് സമീപിച്ചതും അങ്ങനെ അവരിൽ പുത്രന്മാർ ഉണ്ടായതും. അപ്പോൾ വ്യാസഭഗവാന്റെ അനുജന്റെ ഭാര്യമാരാണ് അവർ. അപ്പോൾ ഈ രീതിയിൽ അവിടെ താരയ്ക്കും പട്ടമഹിഷിയുടെ സ്ഥാനം ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നീ ഇപ്പോൾ താരയെയും കിട്ടി എന്ന രീതിയിൽ സുഖമായി ജീവിക്കുകയാണോ? എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. നീ എത്ര കാലം ഇങ്ങനെ പോകാനാണ് നിന്റെ ഉദ്ദേശം? അദ്യവാ ശോവാ പരശ്വോധവാ തവ മൃത്യു ഭവിക്കും അതിനില്ല സംശയം. നമുക്ക് ആർക്കും അറിയില്ല എപ്പോഴാ നമ്മുടെ മൃത്യു. അദ്യ ചിലപ്പോൾ ഇന്നാകാം, ശ്വഹ നാളെ, പരശ്വഹ നാളെ കഴിഞ്ഞ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം. അങ്ങനെ ആകുമ്പോൾ മനുഷ്യർ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഈ ഒരു മരണത്തെ മുന്നിൽ കണ്ടെന്നത് പോലെ വേണം നമ്മൾ എപ്പോഴും പ്രവർത്തിക്കാൻ. അതുകൊണ്ട് തന്നെ പ്രത്യുപകാരമൊക്കെ ചെയ്യണം എന്നുള്ളവർ അതൊന്നും നീട്ടിവെക്കാൻ പാടില്ല. കാരണം പ്രത്യുപകാരം ചെയ്യാതെ മരിച്ചാൽ അത് വലിയ പാപമായി തീരും. അതാണ് ഇവിടെ ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഇനി ജീവിച്ചിരിക്കെ പ്രത്യുപകാരം ചെയ്യാതിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ചത്തതുപോലെയാണ്. അവൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടും ഉർവീശ്വരൻ പരിതാപേന വാഴുന്നു. സുഗ്രീവ, നീ ഓർക്കുന്നുണ്ടോ? പർവ്വതത്തിൻ്റെ മുകളിൽ തൻ്റെ സഹോദരനായ ലക്ഷ്മണനോടുകൂടെ ഭഗവാൻ വളരെ സങ്കടത്തോടുകൂടെ ഇരിക്കുകയാണ്. നിന്നെയും പാർത്ത് നീ ഏത് നിമിഷവും വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പറഞ്ഞ സമയവും വന്നതും ഭഗവാൻ പറഞ്ഞത് 4 മാസം വരെ നീ സ്വതന്ത്രമായിട്ടിരിക്കൂ, അത് കഴിഞ്ഞു വരണമെന്ന് പറഞ്ഞു. പക്ഷേ നീ അതൊക്കെ മറന്ന മട്ടാണ്. നീയോ ധരിച്ചതില്ലേതുമേ, നിനക്കെന്താ അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്തത്. വാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്ത് നീ യഥാർത്ഥ ഒരു വാനരൻ്റെ സ്വഭാവം കാണിക്കുകയാണല്ലോ. അതായത് ഒരു മനഃചാഞ്ചല്യം അത് കാണിക്കുകയാണല്ലോ. മാനിനീസക്തനായി നിന്റെ ഭാര്യയും ഒക്കെ ആയിട്ട് പാനവും ചെയ്ത് സുരപാനമൊക്കെ ചെയ്ത് മതിമറന്ന അന്വഹം രാവും പകലും രാപ്പകലും അറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നീ ഇപ്പോൾ ഈ ചെയ്യുന്നത് നന്നിങ്ങനെ. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. നടക്കട്ടെ, അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷെ അതൊരു നെഗറ്റീവ് അർത്ഥമാണ്. അഗ്രജനായ ശക്രാത്മജനെ പോലെ നിന്റെ ജ്യേഷ്ഠനായ ബാലിയെ പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. ഭഗവാന് സുഗ്രീവനാണോ ബാലിയാണോ എന്ന നോട്ടമൊന്നുമില്ല. ബാലിയെ നിഷ്പ്രയാസം വധിച്ച ശ്രീരാമചന്ദ്രന് സുഗ്രീവൻ ഒന്നുമല്ല. ഇങ്ങനെ അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ട്, ഹനുമാന്റെ വാക്കുകേട്ട് അഞ്ജസാഭീതനായ ഒരു പെട്ടെന്നാണ് താൻ ചെയ്തു വരുന്നതിൻ്റെ ആ ഒരു തെറ്റ് എത്രത്തോളമാണ് എന്ന് മനസ്സിലായത്. ഭീതനായ ഒരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോട് ചൊല്ലിനാൻ, സത്യമത്രേ നീ പറഞ്ഞത് നിർണയം. നീ പറഞ്ഞത് വളരെ സത്യമാണ് എന്ന് സുഗ്രീവൻ പറയുകയാണ്.
ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ ഇങ്ങനെ കാര്യബോധത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ നിന്നെപ്പോലെ ഒരു നല്ല മന്ത്രിയുണ്ടെങ്കിൽ പൃഥ്വീശന്, ഒരു രാജാവിന് ആപത്തും എത്തുകയില്ലല്ലോ, അവന് ഒരാപത്തും ഉണ്ടാവുകയില്ല. കാരണം ഒരുപക്ഷെ സുഗ്രീവൻ പൂർണ്ണമായും മറന്നുപോവുകയും ഹനുമാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ബാലിയുടെ ഗതി വന്നേനെ. അപ്പോൾ അങ്ങനെ ഒരു ആപത്ത് വരുന്നതിന് മുൻപേ ഹനുമാൻ ഓർമ്മിപ്പിച്ചല്ലോ, വളരെ നന്നായി എന്നാണ് പറയുന്നത്. ഉടനെ തന്നെ സുഗ്രീവൻ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ചെയ്യാൻ ആജ്ഞ കൊടുക്കുകയാണ്. സത്വരം എന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കും അയച്ചിടണം. ഞാനിതാ ആജ്ഞ തരികയാണ്, ഇനി നീ തന്നെ ഉത്തരവാദിത്തമെടുത്ത് ചെയ്യൂ. 10 ദിക്കിലേക്കും വാനരന്മാരെ അയക്കണം. അതിൽ തന്നെ സപ്തദ്വീപസ്ഥിതന്മാരായ 7 ദ്വീപിലും വസിക്കുന്ന വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം, വേഗം അവരെ വരുത്തണം. നേരെ 10,000 കപിവീരരെ പാരാതയക്ക സന്ദേശപത്രത്തോടും. അപ്പോൾ ഈ 7 ദ്വീപിലെ ഇപ്പോഴത്തെ ഭൂഖണ്ഡമാണ് 7 ദ്വീപ്. ആ ഭൂഖണ്ഡങ്ങളിലെ വാനരന്മാരെ വരുത്തുവാൻ 10,000 കപിവീരരെ സന്ദേശമയച്ച് പറഞ്ഞയക്കുക. എന്നിട്ട് പക്ഷത്തിനുള്ളിൽ, പക്ഷം 15 ദിവസം, 15 ദിവസത്തിനുള്ളിൽ വരണം. അവിടുത്തെ വിവരമറിഞ്ഞിട്ട് കപികുലം പക്ഷം കഴിഞ്ഞു വരുന്നതൊന്നാകിലോ, ഇനി പക്ഷം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ വധ്യനവൻ, അവൻ അപ്പോൾ തന്നെ വധിക്കപ്പെടേണ്ടതാണ്, അതിനില്ലൊരു സംശയം. അപ്പോൾ ഉത്തരവാദിത്ത ബോധം വന്നപ്പോൾ സുഗ്രീവൻ ഉഗ്രശാസന തന്നെ കൊടുക്കുകയാണ് ഇവിടെ സുഗ്രീവൻ. സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ, ഇതിൽ നിന്ന് ഒരു ഇളക്കവും ഇല്ല, ഒരു ഇളവും പ്രതീക്ഷിക്കേണ്ടതില്ല. അഞ്ജനാപുത്രനോട് യുദ്ധം നിയോഗിച്ചു മഞ്ജുള മന്ദിരം പുക്കിരുന്നീടിനാൻ. അങ്ങനെ അഞ്ജനാപുത്രനായ ഹനുമാനോട് ഇപ്രകാരം പറഞ്ഞു. സുഗ്രീവൻ തൻ്റെ അന്തഃപുരത്തിലേക്ക് പോയി. ഭർതൃനിയോഗം പുരസ്കൃത്യ, ഭർത്താവ് എന്ന് വെച്ചാൽ തൻ്റെ രാജാവ്, രാജാവിൻ്റെ നിയോഗം, സുഗ്രീവന്റെ നിയോഗം മുൻനിർത്തി പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിനും അയച്ചാൻ അഭിമത ദത്തപൂർവം കപീന്ദ്രന്മാരും അന്നേരം. തങ്ങൾക്ക് ലഭിച്ച ആ ഉത്തരവാദിത്വത്തെ വളരെ ഭംഗിയാക്കി നിറവേറ്റാൻ വാനരസത്തമന്മാരും വായുവേഗ പ്രചാരേണ കപികുല നായകന്മാരെ വരുത്തുവാനായി മുതാ, വളരെ വേഗത്തിൽ, വായുവേഗത്തിൽ കപികുല നായകന്മാരെ വരുത്താനായിട്ട് പോയിതു. ദാനമാനാദി തൃപ്താത്മന മായാ മനുഷ്യകാര്യാർത്ഥം അതിദ്രുതം, മായാമനുഷ്യനായിരിക്കുന്ന ഭഗവാന്റെ കാര്യത്തിനു വേണ്ടിയിട്ട് കപികളെല്ലാവരും വളരെ ആവേശത്തോടെ പുറപ്പെട്ടു. എന്നാൽ ഇതേ സമയം ശ്രീരാമചന്ദ്രന്റെ വിരഹതാപത്തെക്കുറിച്ച് ഇനി വർണ്ണിക്കുകയാണ്. ഇവിടെ ഈ സുഗ്രീവൻ ഇങ്ങനെ ഒരു ആജ്ഞ കൊടുത്തതൊന്നും അവിടെ ശ്രീരാമചന്ദ്രൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിയാതെയുള്ള ശ്രീരാമചന്ദ്രന്റെ വിലാപവും സുഗ്രീവനോടുള്ള പരിഭവവും ആണ് പറയുന്നത്. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ച് ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ, പാപമയ്യോ മമ കാൺക കുമാരാ നീ ജാനകീദേവി മരിച്ചിതോ കുത്രചിത്. ഇപ്പോൾ എല്ലാ ആശയും കൈവിട്ടതുപോലെയാണ് ഇപ്പോൾ രാമചന്ദ്രൻ പറയുന്നത്. ജാനകി മരിച്ചുവോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. മാനസതാപേന ജീവിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കുത്രചിത് എവിടെയെങ്കിലും മനസ്സ് ആകെ തപിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ടാകുമോ? നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ. ഇതെങ്കിലും ഒന്നറിഞ്ഞിരുന്നെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും ഒന്നറിഞ്ഞിരുന്നെങ്കിൽ, കശ്ചിത് പുരുഷൻ എന്നോട് സംപ്രീതനായി, ഏതെങ്കിലും ഒരു പുരുഷൻ വന്നിട്ട് എന്നോട് വളരെ സന്തോഷത്തോടെ ജാനകീദേവി ജീവിച്ചിരിക്കുന്നിതെന്ന് ചൊല്ലിയിടുകിൽ കേവലം എത്രയും ഇഷ്ടനവൻ, അവൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരിക്കും. മമ, എനിക്ക്. അങ്ങനെ വന്നു പറയുകയാണെങ്കിൽ എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ, എവിടെയാ ഉള്ളത് എന്ന് വെച്ചാൽ ഞാനിങ്ങ് ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. പിന്നെ ഒരു നിമിഷം പോലും ഞാൻ കാത്തിരിക്കില്ല, ഉടനെ ഞാൻ പോയി കൊണ്ടുവരും. ജാനകീദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. എൻ്റെ മനസ്സിൻ്റെ കോപം കൊണ്ട് തന്നെ ഞാൻ അവനെ ഇല്ലാതെയാക്കും. മാത്രമല്ല വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും ഇതിനില്ല നിർണയം. അവൻ്റെ വംശം തന്നെ ഞാൻ മുടിക്കുന്നതാണ്.
ഇനി സീതാ വിരഹത്തിലുള്ള വിലാപമാണ്. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ. ഞാനിനി എപ്പോഴാ കാണുക സീതേ? ചന്ദ്രാനനെ, ചന്ദ്രനെപ്പോലെ തിളങ്ങുന്ന മുഖമുള്ള അലയോ സുന്ദരി, നീ പിരിഞ്ഞത് കാരണം, നീ പിരിഞ്ഞതിന് ശേഷം അത് കാരണം ചന്ദ്രൻ്റെ ആ ശീതളിമയുള്ള നിലാവ് പോലും എനിക്കിപ്പോൾ ആദിത്യനെ പോലെയായതു, സൂര്യനെ പോലെ എന്നെ തപിപ്പിക്കുകയാണ്. ചന്ദ്ര, ശീതാംശുക്കളാൽ അവളെ ചെന്ന്, ഇനി ചന്ദ്രനോട് പറയുകയാണ്, നിന്റെ ശീതകിരണങ്ങളെ കൊണ്ട് എൻ്റെ ജാനകി ദേവിയെ പോയിട്ട് അവിടെ ചെന്നിട്ട് മന്ദമന്ദം തലോടി എൻ്റെ സീതയെ തലോടിയിട്ട് അതേ കാറ്റുകൊണ്ട് വന്ന് തടവിയിടുക എന്നെയും സാദരം. അതാണ് ഇവിടെ വിപ്രലംഭ ശൃംഗാരമാണ്, വിരഹവേദനയിലുള്ള ശൃംഗാരം. നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. ചന്ദ്രവംശത്തിലാണ് സീതാദേവി ജനിച്ചത്, ഭഗവാൻ സൂര്യവംശത്തിലാണ്. അതാണ് ചന്ദ്രനോട് പറയുകയാണ്, നിന്റെ വംശത്തിലാണ് ജനകജ സീത ജനിച്ചത്, അതുകൊണ്ട് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാമോ? ഇനി സുഗ്രീവനെ കുറിച്ച് പറയുകയാണ്. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം, ദുഃഖിതനാം എന്നെയും മറന്നാനല്ലോ. ഇതുപോലെ ദയയില്ലാത്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, എന്നെ മറന്നുപോയല്ലോ അവൻ. നിഷ്കണ്ടകം എന്നാൽ ശത്രുവില്ലാത്ത, രാജ്യമാശു ലഭിച്ചവൻ. രാജ്യമൊക്കെ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ലഭിച്ചിട്ട് അവനിപ്പോൾ മൈക്കണ്ണിമാരോടുകൂടെ, അവൻ്റെ രാജ്ഞിമാരോടുകൂടെ ദിവാനിശം, രാവും പകലും മദ്യപാനാസക്തചിത്തനാം കാമുകൻ, ഇങ്ങനെയൊക്കെ മദ്യപാനാസക്തനായിട്ടൊക്കെ അവൻ ജീവിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുത്തൻ വ്യർത്ഥം കൃതഘ്നനത്രേ സുമിത്രാത്മജ. അവനെപ്പോലെ ഒരു നന്ദി കെട്ടവൻ വേറെ ഇല്ല. വന്നു ശരത്കാലം എന്നത് കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞ വണ്ണം സഖേ. ഇതാ വർഷകാലം കഴിഞ്ഞു, ശരത്കാലം വന്നു, അവൻ വന്നില്ലല്ലോ ലക്ഷ്മണ. അന്വേഷണം ചെയ്ത് സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ. അവനോട് ഞാൻ പറഞ്ഞിരുന്നതാണ്, ശരത്കാലം തുടങ്ങുമ്പോൾ സീതാന്വേഷണം ചെയ്തിട്ട് എവിടെയാ ഉള്ളത് എന്നെങ്കിലും എന്നോട് വന്ന് പറയണമെന്ന്. അതുപോലും അവൻ ചെയ്യുന്നില്ലല്ലോ. പൂർവോപകാരിയാം എന്നെ, ആദ്യം അവന് ഞാൻ ഉപകാരം ചെയ്തു കൊടുത്തു, അങ്ങനെയുള്ള എന്നെ മറക്കയാൽ പൂർവനവൻ കൃതഘ്നന്മാരിൽ നിർണയം. നന്ദി കെട്ടവന്മാരിൽ ഏറ്റവും പൂർവനാണ് അവൻ, മുൻപനാണ്, തീർച്ചയാണ്, നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ട് സുഗ്രീവനോർക്ക നീ. അപ്പോൾ ഇഷ്ടരായുള്ള, തനിക്ക് വേണ്ടത് ചെയ്ത ആളുകളെ മറക്കുന്ന ദുഷ്ടന്മാരിൽ, അതായത് പ്രത്യുപകാരം മറന്നാൽ അവൻ ദുഷ്ടനാണ്, അതിൽ മുമ്പനാണ് സുഗ്രീവൻ എന്ന് ഞാനിപ്പോൾ കരുതുകയാണ്. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. ഇനിയും താമസിച്ചാൽ ആ രാജ്യം തന്നെ ഞാൻ ഇല്ലാതെയാക്കും. അഗ്രജമാർഗം ഗമിക്കേണമെന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം. അവനും ബാലിയുടെ വഴിയെ പോകുന്നതാണ് നല്ലത്. യുദ്ധമരുൾ ചെയ്ത രാഘവനോട് അതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിയിടിനാൻ. അപ്പോൾ ഇവിടെ ശ്രീരാമചന്ദ്രൻ തനി മനുഷ്യന്റെ രീതിയിലാണ് സംസാരിക്കുന്നത്. സുഗ്രീവനെ ഉപദേശിച്ചതും അവർ ഇങ്ങനെ ഒരു ആജ്ഞ നടത്തിയതൊന്നും ഇവിടെ രാമൻ അറിയുന്നില്ല. ഇതുപോലെയാണ് നമ്മൾ മനുഷ്യരും. നമ്മളെ ആരെങ്കിലും സഹായിക്കാമെന്നേറ്റിട്ട് എന്തെങ്കിലും കാരണവശാൽ അവർ വരാൻ വൈകുകയോ അല്ലെങ്കിൽ അവർ ചെയ്യാൻ വൈകുകയോ ചെയ്താൽ ഒരു പക്ഷേ അവരുടെ ചില നിസ്സഹായ അവസ്ഥ കൊണ്ടായിരിക്കും, പക്ഷേ അതറിയാത്ത നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. ഇതൊക്കെ സാധാരണ മനുഷ്യർ ചെയ്യുന്നതാണ്. അത് അതുപോലെ കാണിച്ചിരിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ. ഒരു പച്ചയായ മനുഷ്യനെ കണ്ണാടിയിൽ എന്നതുപോലെ ഭഗവാൻ നമുക്ക് തന്നെ കാണിച്ചു തരികയാണ്. ഇതുപോലെയല്ലേ നിങ്ങൾ, ഇങ്ങനെയല്ലേ നിങ്ങൾ ഓരോരുത്തരെ തെറ്റിദ്ധരിക്കുന്നത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാതെ ഭഗവാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നല്ല ചിന്തിക്കേണ്ടത്. ഇങ്ങനെയാണ് മനുഷ്യൻ. അവന് സഹായം ചെയ്യാൻ ഒരാൾ തുനിഞ്ഞാൽ പോലും ഒരുപക്ഷെ അതറിയാത്ത നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. ഇനി ഇത് കേൾക്കേണ്ട താമസം പൊതുവേ രജോഗുണിയായിട്ടുള്ള ലക്ഷ്മണൻ വധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊള്ളുവൻ അദ്യ തവാന്തികം. ഉടനെ തന്നെ
പിന്നെ മുൻപും പിൻപും നോക്കാനില്ല. വധ്യനാണ് സുഗ്രീവൻ എന്ന് അങ്ങ് തീരുമാനിച്ചെങ്കിൽ അവൻ ഇന്ന് വധിക്കപ്പെടും, ഒരു സംശയവും വേണ്ട. അവനെ ഹത്വ കൊന്നിട്ട് വിടകൊള്ളുവൻ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, എന്നിട്ട് തവാന്തികം അങ്ങയുടെ അടുത്ത് വന്ന് നിൽക്കാം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് നടന്നിരിക്കുന്നതാണ്. ആജ്ഞാപയാശുമാം, അങ്ങൊന്ന് ആജ്ഞാപിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിതു പ്രാജ്ഞനായ ഒരു സുമിത്രാതനയനും. ലക്ഷ്മണൻ എല്ലാം അറിയുന്നവനാണ്, പക്ഷെ ആ സമയത്ത് ശ്രീരാമചന്ദ്രന്റെ ദുഃഖം അതാണ് ലക്ഷ്മണൻ ഏറ്റവും വലുത്. അങ്ങനെ ആദായ ഉടനെ തന്നെ എടുത്തു. ചാപതൂണീര ഖഡ്ഗങ്ങളും ക്രോധേന ഗന്തും അഭ്യുദ്യതം. അങ്ങനെ പോകാൻ ഒരുങ്ങി നിന്ന സോദരം കണ്ട് രഘുപതി ചൊല്ലിനാൻ പിന്നെയും. അപ്പോൾ രഘുപതി മെല്ലെ ആശ്വസിപ്പിക്കുകയാണ്. ഉണ്ടൊന്ന് നിന്നോട് ഇനിയും പറയുന്നു, പക്ഷെ ഞാനൊരു കാര്യം പറയാം ലക്ഷ്മണ. ഹന്തവ്യനല്ല സുഗ്രീവൻ, അവൻ കൊല്ലപ്പെടേണ്ടവനല്ല. അവൻ മമ സഖി, അവൻ എൻ്റെ സഖാവാണ്, എൻ്റെ കൂട്ടുകാരനാണ്. കിന്തു പക്ഷേ ഒന്ന് ഭയപ്പെടുത്തണം, ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ. അവനെ കൊല്ലുകയൊന്നും വേണ്ട, അവനെ ഒന്ന് പേടിപ്പിച്ചാൽ മതി. കാരണം അവൻ അത്രയും ശുദ്ധഹൃദയനാണ്. ഒന്ന് പേടിപ്പിക്കുമ്പോൾ തന്നെ അവൻ വേണ്ടത് ചെയ്തുകൊള്ളും. ബാലിയെപ്പോലെ നിനക്കും വിരവോട് കാലപുരത്തിന് പോകാമറിയ നീ. ഇത്രയേ അവനോട് പോയി പറയേണ്ടതുള്ളൂ, ബാക്കി അവൻ ചെയ്തുകൊള്ളും. ബാലിയെപ്പോലെ നീയും വൈകാതെ തന്നെ കാലപുരത്തിന് പോകും എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. യുദ്ധം അവനോട് ചെന്ന് ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ട്, അവൻ എന്താ പറയുന്നത് എന്ന് കേട്ട് നീ വേഗേന വന്നാൽ അതിനനുരൂപമാം. പിന്നെ ഞാൻ അതിന് വേണ്ടുന്ന രീതിയിൽ അവൻ്റെ മറുപടിക്കനുസരിച്ച് ആകൂതമോർത്ത് പിന്നെ വേണ്ടത് ഞാൻ വേണ്ട രീതിയിൽ കർത്തവ്യം അനന്തരം ചെയ്യേണ്ടത് ഞാൻ ചെയ്തു കൊള്ളാം. അപ്പോൾ ഭഗവാന് സുഗ്രീവനെ അത്രയും ഇഷ്ടമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ഇത് നമ്മെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ പറയുന്നു, സുഗ്രീവനെ കൊല്ലരുത്, അവൻ എൻ്റെ സഖാവാണ്, ഒന്ന് പേടിപ്പിച്ചാൽ മതി, അവൻ ബാക്കി ചെയ്തുകൊള്ളും എന്ന് സുഗ്രീവനെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഭഗവാൻ സംസാരിക്കുന്നത്. ലക്ഷ്മണന്റെ പുറപ്പാട്. അഗ്രജന്മാജ്ഞയാ സൗമിത്രി. അഗ്രജന്മം, തനിക്ക് മുന്നേ ജനിച്ച ജ്യേഷ്ഠനായ രാമന്റെ ആജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ. കിഷ്കിന്ധയോടും ദഹിച്ചു പോം അപ്പോഴേ മർക്കടജാതികളെന്ന് തോന്നും വണ്ണം. കിഷ്കിന്ധയോടുകൂടെ ഈ മർക്കടജാതികൾ മുഴുവൻ ദഹിച്ചു പോകുമോ എന്ന് തോന്നുന്ന വണ്ണം, അത്രയും കോപാകുലനായിട്ടാണ് ലക്ഷ്മണന്റെ വരവ് തന്നെ. എന്നാൽ ഭഗവാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞയച്ചു? ഭഗവാൻ വിജ്ഞാനമൂർത്തിയാണ്, സർവജ്ഞനാണ്, അനാകുലൻ. ഒന്നിനെക്കുറിച്ചും ആകുലൻ അല്ല ഭഗവാൻ. അജ്ഞാനിയായുള്ള മനുഷ്യനെ പോലെ, പക്ഷേ ഒരു അജ്ഞാനിയായിട്ടുള്ള, ഭാവിയെക്കുറിച്ച് അറിയാതെ വെറുതെ ആകുലപ്പെടുന്ന ഒരു മനുഷ്യനെ പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു. സുഖം ദുഃഖം ഇങ്ങനെയുള്ള ദ്വന്ദ്വം സ്വീകരിച്ചുകൊണ്ട് ആ ഭഗവാൻ വർത്തിക്കുകയാണ്. ദുഷ്കൃത ശാന്തി, ഈ ലോകത്തിലെ ദുഷ്കൃതങ്ങളൊക്കെ ഒടുക്കി ശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ, അതിനായിട്ടാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിക്കുന്നത്. മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നുടെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും. മുമ്പ് ദശരഥൻ ഒരുപാട് തപസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ മകനായി ജനിച്ചത്. ആ സിദ്ധി വരുത്താനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ, ബ്രഹ്മാവ് മുതലായവർക്കുണ്ടായ സങ്കടം തീർത്ത് രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ച് പരാപരാനന്ദമൂർത്തി, പരാപരൻ ആനന്ദമൂർത്തി, ജഗന്മയൻ ഈശ്വരൻ, നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസം അജ്ഞാന സംയുതമാകയാൽ. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്തിനാണ് ഭൂമിയിൽ അവതരിച്ചത് എന്നതിനൊരു കാരണവും കൂടെ ഇവിടെ പറയുകയാണ്. ഭഗവാൻ നോക്കുമ്പോൾ ആളുകൾ കൂടുതൽ കൂടുതൽ മായയിൽപ്പെട്ട് ആകെ വശം കെട്ടിരിക്കുകയാണ്. അതാണ് നാനാജനങ്ങളും മായയാ മോഹിച്ചു
അവരുടെയൊക്കെ മനസ്സ് അജ്ഞാന സംയുതമാകയാൽ, അജ്ഞാനം കൊണ്ട് അവരുടെയൊക്കെ മനസ്സ് ആകെ ഇരുട്ടിലായതുപോലെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വേദങ്ങളും ഉപനിഷത്തുക്കളും തുടങ്ങി വളരെ ഗഹനമായ പാഠങ്ങൾ പഠിച്ചാൽ മാത്രമേ ആളുകൾക്ക് ഈ ആത്മജ്ഞാനത്തെക്കുറിച്ചൊക്കെ അറിയുള്ളൂ. എന്നാൽ അങ്ങനെയൊന്നും അറിവില്ലാത്ത, പാണ്ഡിത്യമില്ലാത്ത ആളുകൾക്ക് എങ്ങനെ മനസ്സിലാകാനാണ് ഈ വേദതത്വങ്ങളൊക്കെ? അതുകൊണ്ടാണ് അവർക്ക് മോക്ഷം കിട്ടാത്തതും അവരിങ്ങനെ കൂടുതൽ കൂടുതൽ ഈ മായയിൽ ഇങ്ങനെ മുങ്ങിപ്പോകുന്നത്. അപ്പോൾ ഭഗവാൻ ചിന്തിക്കുകയാണ്, മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്ന് സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു. ഇവർക്ക് വളരെ എളുപ്പം മോക്ഷം കിട്ടണം, അതിനെന്താ വഴി എന്ന് മഹാവിഷ്ണു ചിന്തിച്ച് കൽപ്പിച്ചു. സർവജഗൻ മായാനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ. അങ്ങനെയെങ്കിൽ ഭഗവാൻ വിചാരിച്ചു, ഞാൻ തന്നെ കുറേ നാൾ ഒരവതാരമെടുത്ത് ഭൂമിയിൽ ജീവിക്കാം. അങ്ങനെ എൻ്റെ ചരിതങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ആ ജനങ്ങൾക്ക് തനിയേ മോക്ഷം വന്നുകൊള്ളും. അതൊരു കഥയായിട്ട് കേട്ടാസ്വദിച്ചാലും മതി എന്നാണ്. ഇവിടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരുപാട് കാലത്തെ ആദ്യത്തെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. ഒരുപാട് കാലം ഭൂമിയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ അവതാരമാണ്. ബാക്കി എല്ലാ അവതാരങ്ങളും നൈമിഷികമായിരുന്നു, അല്ലെങ്കിൽ കലാംശമായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കഥകളൊന്നുമില്ല അവരെക്കുറിച്ച്. വളരെ ചെറിയ ഒരു കഥയിൽ അവരുടെ ആ ചരിതം അവിടെ തീരുകയാണ് എല്ലാ അവതാരങ്ങളും. എന്നാൽ ശ്രീ മഹാവിഷ്ണു ചിന്തിച്ചു, കുറേ നാളിങ്ങനെ ഭൂമിയിൽ മനുഷ്യനെ പോലെ തന്നെ ജീവിച്ചിട്ട് എനിക്ക് എൻ്റേതായ ഒരു കഥയുണ്ടാകുമ്പോൾ അത് ആളുകൾ പാടി അങ്ങനെ രസിക്കുമ്പോൾ അത് മാത്രം മതി അവരുടെ മോക്ഷത്തിനായിട്ട്. അങ്ങനെ ഒരു ദിവ്യചരിതം ഇവിടെ ആടിയാൽ, ഭൂമിയിൽ ദിവ്യചരിതമാടിയിട്ട് ആ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ. യഥാ രാമനായി മാനുഷ വ്യാപാര ജാതയാം, തനി പച്ചയായ മനുഷ്യൻ, ഒരു മനുഷ്യൻ്റെ എല്ലാ വികാര വിചാരങ്ങളും പ്രകടിപ്പിക്കുന്ന ഒരവതാരം. അങ്ങനെ രാമൻ്റെ അയനം, രാമൻ്റെ യാത്രയായ രാമായണ അഭിധാം ആനന്ദദായിനീം സത്കഥാം ഈ പ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ, അതിനെ പ്രസിദ്ധപ്പെടുത്തുവാനായിട്ട് ആനന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും, ഒരു മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും ഭഗവാൻ പ്രകടിപ്പിക്കുകയാണ്. അത് വ്യവഹാരാർത്ഥസിദ്ധയെ. ഈ ഭൗതിക ലോകത്ത് ഏതു മനുഷ്യനും ഇങ്ങനെയൊക്കെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു ഭാവങ്ങളൊക്കെ തത്തത് ക്രിയാകാലദേശോചിതം, ഓരോ സമയത്ത് യോജിച്ച രീതിയിലുള്ള ഓരോരോ ഗുണങ്ങൾ അല്ലെങ്കിൽ ഓരോ ഭാവങ്ങൾ നിജചിത്തെ, സ്വന്തം ചിത്തത്തിൽ പരിഗ്രഹിച്ചിടിനാൻ ഈശ്വരൻ, സാക്ഷാൽ പരമാത്മാവ് ഒരു മായാനാടകമാടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ എല്ലാ വികാര വിചാരങ്ങളും അപ്പോൾ വേണ്ടുന്നതിനനുസരിച്ച് സ്വീകരിച്ചു. സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെപ്പോലെ ഭവിക്കുന്നു നിർഗുണൻ. നിർഗുണനായ ഭഗവാൻ സത്വാദികളായിട്ടുള്ള സത്വരജ തമോ ഗുണങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ചിലപ്പോൾ സാത്വികമൂർത്തിയാകുന്നു, ചിലപ്പോൾ രജോമൂർത്തി, ചിലപ്പോൾ തമോമൂർത്തിയായിട്ടും ഭഗവാൻ അങ്ങനെ അനുരക്തനെ പോലെ, ഞാൻ ഗുണത്തിന് അടിമപ്പെട്ടു എന്ന പോലെയൊക്കെ ആളുകളെ തോന്നിപ്പിക്കുന്നു. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ, വിജ്ഞാന ശക്തിമാൻ, അവ്യക്തൻ, അദ്വയൻ, കാമാദികളാൽ അവിലിപ്തൻ. ഭഗവാന്റെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും ഇല്ല. അവ്യയൻ, വ്യോമവത്, ആകാശം പോലെ വ്യാപ്തനാണ്. അനന്തൻ, അനാമയൻ, യാതൊരു വിധത്തിലുള്ള ആകുലതകളും ഭഗവാൻ ഇല്ല യഥാർത്ഥത്തിൽ. ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ, വളരെ ചുരുക്കം യോഗികൾക്ക് മാത്രമേ ഭഗവാന്റെ യഥാർത്ഥ തത്വം മനസ്സിലായിട്ടുള്ളൂ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക് പ്രബോധമുണ്ടാമെന്ന് ചൊല്ലുന്നു. ഇതേപോലെ രാമായണം പോലെയുള്ള ഭക്തികാവ്യങ്ങൾ ഹൃദയശുദ്ധിയോടുകൂടെ പഠിച്ച് അത് ആസ്വദിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഭക്തന്മാർക്കും നല്ല ഒരു പ്രബോധനം, ഉള്ളിലൊരു വിജ്ഞാനമുണ്ടാക്കാം എന്ന് ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ,
ഒരു ഭക്തന്റെ ചിത്തം എങ്ങനെയോ അതുപോലെയാണ് ഭഗവാൻ ഓരോരുത്തരുടെ ഉള്ളിലും കുടികൊള്ളുന്നത്. അങ്ങനെ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ, മുനിമാരാൽ സ്തുതിക്കപ്പെടുന്ന ആ പരമാത്മാവ് ഭക്തന്റെ ഹൃദയശുദ്ധിക്കനുസരിച്ചാണ് ആ ഹൃദയത്തിൽ കുടികൊള്ളുന്നത്. ഇങ്ങനെയൊക്കെ ശ്രീരാമചന്ദ്രനെ വർണ്ണിച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ മനസ്സിൽ, ഇത് വായിക്കുന്നവരുടെ മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടാവാൻ പാടില്ല. എന്തുകൊണ്ട് ഭഗവാൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞയക്കുന്നു, ക്രോധം പൂണ്ട് പറഞ്ഞയക്കുന്നു എന്നൊരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഴുത്തച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചത്. ഇനി വീണ്ടും കഥയിലേക്ക് വരികയാണ്. ലക്ഷ്മണൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ച് ലക്ഷ്മണനും ചെറു ഞാണുലിയിട്ടിതു. ഞാൻ വന്നു എന്നറിയിക്കാൻ ഞാണൊലിയിട്ടു. മർക്കടന്മാർ അവനെ കണ്ട് പേടിച്ചു. ചക്രുഹു കിലുകില ശബ്ദം പരവശാൽ, പരവേശത്തോടുകൂടെ കിലുകില ശബ്ദം ചക്രുഹു അങ്ങനെ ഉണ്ടാക്കി. വപ്രോപരി മതിലിൻ്റെ മുകളിലേക്ക് പാഞ്ഞ് കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ച്, കാരണം തനി വാനര സ്വഭാവം കാണിക്കുകയാണ്, അതാണ് ഇവിടെ പറയുന്നത്. വിഭ്രമത്തോടെ കയ്യിൽ പിടിച്ച് ഏവരും പേടിച്ച് മൂത്രമലങ്ങൾ വിസർജിച്ചു. ലക്ഷ്മണനെ കണ്ടതേയുള്ളൂ, അപ്പോഴേക്കും മൂത്രവും മലവും ഒക്കെ അവിടെ ഉടനെ തന്നെ പോയി. ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം മർക്കടകൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പിൽ അഭ്യുദിതനായ സൗമിത്രി. ആ ദേഷ്യത്തിൽ ഈ വാനരന്മാരെ മുഴുവൻ അങ്ങോട്ട് ഒടുക്കിയാൽ എന്താ എന്ന് പോലും തോന്നിപ്പോയി. അങ്ങനെ വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു ഭല്ലൂക വൃന്ദവും, വാനരക്കൂട്ടവും വല്ലാതെയായതു. എന്താ ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല. ലക്ഷ്മണൻ ആഗതനായതറിഞ്ഞത് തൽക്ഷണം അംഗദൻ ഓടി വന്നിടിനാൻ. ലക്ഷ്മണൻ വന്നതറിഞ്ഞ് അംഗദൻ ഓടി വന്നു. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു. ഈ വാനരന്മാർ ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്ന അർത്ഥത്തിൽ അവരെയൊക്കെ ആട്ടിക്കളഞ്ഞ് താൻ ഏകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായ ആശ്ലേഷവും ചെയ്ത് അവനോട് ജാതമോദം, കാരണം സുഗ്രീവനോടുള്ള ദേഷ്യം അംഗദനോടില്ല, പ്രത്യേകിച്ച് ബാലി മരിച്ച സാഹചര്യത്തിലും കൂടെ ആയതുകൊണ്ടാവാം. അംഗദനോടൊരു വാത്സല്യത്തോടുകൂടെ സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛ വത്സ ത്വം പിതൃവ്യനെ കണ്ട്, ഗച്ഛ പോകൂ വത്സ കുഞ്ഞെ, നീ പിതൃവ്യനെ ഇളയച്ഛനെ കണ്ട് ചൊല്ലി ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു. നീ ഒന്ന് ഓർമ്മിപ്പിക്കുക, നീ പറഞ്ഞ കാര്യം പിഴച്ചു പോയാൽ, ഇച്ഛയായുള്ളത് ചെയ്ത് മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബിതം ഒട്ടും താമസിക്കാതെ വരുമെന്ന് ഓർത്തുകൊള്ളുക എന്ന് പോയി ഒന്ന് ഓർമ്മിപ്പിച്ചേക്കൂ. ഉഗ്രനാം അഗ്രജൻ എന്നോട് അരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാൽ. ലക്ഷ്മണൻ ഒന്ന് കൂട്ടിപ്പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ആ പേടിപ്പിക്കാൻ വേണ്ടി, അത്ര നന്നായിട്ടൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഉഗ്രനായ അഗ്രജൻ, എൻ്റെ ജ്യേഷ്ഠൻ ഉഗ്രശാസനം പറഞ്ഞിരിക്കുകയാണ് ഉടനെ തന്നെ സുഗ്രീവനെ നിഗ്രഹിക്കാൻ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവൻ ഉൾക്കാമ്പിലെങ്കിൽ അതേ വരൂ. ജ്യേഷ്ഠനായ ബാലിയുടെ വഴിയെ പോകണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സംഭവിച്ചിരിക്കും. എന്നരുൾ ചെയ്തത് ചെന്ന് പറക എന്ന് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു എന്ന് പോയിട്ട് സുഗ്രീവനോട് പറയൂ എന്ന് ചൊന്നതു കേട്ടൊരു ബാലി തനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്ന് സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി, പുറത്തു ഭാഗത്തിനി കാപേയ ഭാവം കളഞ്ഞു വന്ദിക്ക. അവിടെ ഗോപുരദ്വാരത്തിൽ ലക്ഷ്മണൻ വന്നിരിപ്പുണ്ട്. ഈ കാപേയ ഭാവം, കവികളുടെ ഭാവം, വാനരന്മാരുടെ ഈ ചഞ്ചല സ്വഭാവം, അല്ലെങ്കിൽ ഒളിച്ച് കളിക്കുക, ഒളിച്ചു നിൽക്കുക, ഈ ഒരു സ്വഭാവമൊക്കെ മാറ്റിയിട്ട്, അതാണ് കാപേയ ഭാവം കളഞ്ഞ് നേരെ ചെന്ന് വന്ദിക്ക. ചെന്ന് ആപത്തതല്ലായെങ്കിലുണ്ടായി വരും, അല്ലെങ്കിലാണ് കൂടുതൽ ആപത്ത്, വേഗം ചെല്ലൂ. പക്ഷേ സുഗ്രീവനാകെ പേടിച്ചു. സന്ത്രസ്തനായ സുഗ്രീവൻ അത് കേട്ട് മന്ത്രിപ്രവരനാ മാരുതി തന്നോട് ചിന്തിച്ചു ചൊല്ലിനാൻ. അംഗദനോടുകൂടെ അന്തികെ ചെന്ന് വന്ദിക്ക സൗമിത്രിയെ. സുഗ്രീവന് പോകാൻ ധൈര്യം പോരാ. അപ്പോൾ അംഗദനെ കണ്ടാൽ ദേഷ്യം കുറച്ചു കുറയും എന്ന് സുഗ്രീവനും അറിയാം. അതുകൊണ്ട് മാരുതിയോട് പറഞ്ഞു, അംഗദനെയും കൂട്ടിച്ചെല്ലൂ.
എന്നിട്ട് സാന്ത്വനം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോരുക. ഈ കോപമൊക്കെ ഒന്ന് അടങ്ങി എന്ന് കാണുമ്പോൾ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെ ശാന്തനായൊരു സുമിത്രാതനയനെ നേരിടാനേ എനിക്ക് ധൈര്യമുള്ളൂ. മാരുതിയെ പറഞ്ഞേവമയച്ചഥ താരയോട് അർക്കാത്മജൻ പറഞ്ഞിടിനാൻ. ഇപ്പൊ താരയ്ക്ക് നല്ല വശമുണ്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട്, നല്ല നയചാതുരിയോടെ സംസാരിക്കാൻ താരയ്ക്കറിയാം എന്ന് ബാലി തന്നെ സുഗ്രീവനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, താരാധിപാനനെ, താരാധിപൻ ചന്ദ്രൻ, ചന്ദ്രന്റെ മുഖമുള്ള അത്രയും സുന്ദരിയായിട്ടുള്ള അല്ലയോ താരേ, നീ പോകണം ആശു, നീയും കൂടെ പോകണം മനോഹരെ. ലക്ഷ്മണൻ തന്നുടെ ചാരത്ത് ചെന്ന് കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ, നിന്റെ ആ നയചാതുരിയുള്ള വാക്യങ്ങളെ കൊണ്ട് ലക്ഷ്മണന്റെ കോപത്തെ നശിപ്പിക്കണം. എനിക്ക് നേരെ നിൽക്കാനുള്ള ധൈര്യം പോരാ. പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങ് പോന്ന് എന്നെയും വേഗേന കാട്ടി, എന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കലുഷഭാവത്തെയും നീക്കണം. അപ്പൊ ഇത്രയും പാവം പിടിച്ച ഒരാളാണ് സുഗ്രീവൻ. അതുകൊണ്ടാണ് ബാലിയെ പേടിച്ച് ഋഷ്യമുഖാചലത്തിലൊക്കെ പോയി ഒളിച്ചത്. ഇത്തം അർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു. ലക്ഷ്മണൻ പുറത്താണ് നിൽക്കുന്നത്, താര ചെന്ന് നടുവിലുള്ള മുറിയിൽ ചെന്ന് നിന്നു. അതാണ് മധ്യകക്ഷ്യാം. അങ്ങനെ താരാതനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശലപ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. ആദ്യം ഹനുമാൻ സംസാരിച്ചു. എന്ത് പുറത്തുഭാഗെ നിന്നരുളുവാൻ അന്തഃപുരത്തിൽ അമ്മാർ എഴുന്നള്ളണം. എന്താണ് ഇവിടെ പുറത്തു നിൽക്കുന്നത്? വേഗം വരൂ, ഉള്ളിലേക്ക് വരൂ. രാജധാരങ്ങളെയും രാജാവിൻ്റെ ഭാര്യമാരെയും നഗരാഭയും നഗരത്തിൻ്റെ ഭംഗിയും രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. അങ്ങനെ സുഗ്രീവനെയും കണ്ട് പറഞ്ഞിട്ട് പിന്നെ നാഥനെ ശ്രീരാമചന്ദ്രനെ പോയി കണ്ടു വണങ്ങിയാൽ എല്ലാം ശുഭമായി തീരും. യുദ്ധം പറഞ്ഞ് കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യൂഥവന്മാർ നടന്നിടും, വാനരന്മാർ നടന്നിടും. മണിമയ സൗധങ്ങളും, ഇത് വലിയ കൊട്ടാരമാണ്. നഗരത്തിലേക്ക് കടന്ന് പിന്നെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് പറയുന്നത്. പുരീശോഭയും നഗരത്തിൻ്റെ ശോഭയും കണ്ടുകണ്ട് ആനന്ദമുൾക്കൊണ്ട് മധ്യകക്ഷിയെ താര നിൽക്കുന്ന ആ നടുവിലുള്ള മുറിയിൽ ചെന്നു. മാനിച്ചു നിന്ന നേരത്ത് കാണായി വന്നു താരേശ തുല്യമുഖിയായ, താരം നക്ഷത്രം, നക്ഷത്രങ്ങളുടെ ഈശൻ ചന്ദ്രൻ, ചന്ദ്രമുഖിയായിട്ടുള്ള മാനിനി താര, ജഗന്മനോമോഹിനി സുന്ദരി, ലക്ഷ്മി സമാനയായി നിൽക്കുന്ന, സാക്ഷാൽ മഹാലക്ഷ്മിയാണോ വന്ന് നിൽക്കുന്നത് എന്ന് തോന്നുന്ന അത്രയും വിനീതയായി സുന്ദരിയായിട്ട് നിൽക്കുന്ന ആ താരയെ കണ്ട നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി ലക്ഷ്മണനെ വണങ്ങി താര. എന്നിട്ട് മന്ദസ്മിതം പൂണ്ട് ചൊന്നാൾ, അഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ. അങ്ങ് എന്തിനാണിങ്ങനെ ഒരു അപരിചിതനെ പോലെ നിൽക്കുന്നത്? ഇത് അങ്ങയുടെ മന്ദിരമാണ്. ഭക്തനായി എത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കപീന്ദ്രനോടിങ്ങനെ, അങ്ങ് കോപാകുലനാണ് എന്ന് മനസ്സിലാക്കി. പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങയുടെ ഭൃത്യനാണ്, ഭക്തനാണ്, ഉത്തമനാണ്. അങ്ങനെയുള്ള കപീന്ദ്രനായ സുഗ്രീവനോട് ഇങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി? അങ്ങയെ പോലുള്ള മഹാത്മാക്കൾ ഈ ചാപല്യമുള്ള സുഗ്രീവനോടൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അവൻ എന്താണൊരു ഗതി? അവനെ തിരുത്തേണ്ടത് നിങ്ങൾ തന്നെയല്ലേ? ഇനി ആ വാനര ജാതിയുടെ ഒരു സ്വഭാവത്തെ പറയാണ്, ചാപല്യമേറും. ഈ ജാതികൾ കോർക്കണം, പൊതുവെ ചപലചിത്തരാണ് വാനരജാതികൾ. അതുമാത്രമല്ല, മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. അങ്ങേക്കറിയാവുന്നതല്ലേ, എത്രയോ കാലമായിട്ട് ഭാര്യ, മക്കൾ, ഈ രാജ്യം ഇവയൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് കുറേ നാൾ ദീനനായി സങ്കടപ്പെട്ട് കഴിഞ്ഞ ആളാണ് സുഗ്രീവൻ. അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ ഒന്ന് ഭ്രമിച്ചു പോയി. അതൊന്ന് ക്ഷമിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇക്കാലമാശു, ഇനി തിരിച്ചു കിട്ടിയത് എങ്ങനെയാണ്? ഭവത് കൃപയ, അങ്ങയുടെ കൃപ കൊണ്ടല്ലേ.
പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും. അങ്ങനെയല്ലേ അവൻ ഈ സൗഭാഗ്യങ്ങളൊക്കെ തിരിച്ചു കിട്ടിയത്. ആ സുഖത്തിൽ ഒന്ന് ഭ്രമിച്ചുപോയി, അതിനെ വിപരീതമാക്കിയിടായിക, അതിനെ തെറ്റായിട്ടെടുക്കരുത്. വേണം ദയാനിധേ ഭക്തപരായണ, ദയാനിധിയായ ഭക്തപരായണനായ അങ്ങ് ഇതൊക്കെ ഒന്ന് ക്ഷമിക്കണം. നാനാദിഗന്തരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ. ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് വിചാരിക്കരുത്. നോക്കൂ, നാനാദിഗന്തരം എല്ലായിടത്തും ഉള്ള വാനരന്മാരെ വരുത്തുവാൻ 10,000 10,000 ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കപികുല പ്രൗഢരും വന്നു നിറഞ്ഞത് കാൺകിവിടെ. അങ്ങ് നോക്കൂ, ഞങ്ങൾ സന്നദ്ധരാണ്. പുനരൊന്നിനും ദണ്ഡമിനിയില്ല, ഇനി ഒന്നിനും താമസമില്ല നിർണയം. നക്തഞ്ചരകുലമൊക്കെ ഒടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആ നക്തഞ്ചരന്മാരുടെ കുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഇവർ മതിയാകും. പുത്ര കളത്ര മിത്രാന്യുതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ട്, മക്കളോടും പുത്രനോടും ഭാര്യയോടും ഒക്കെ ഇരിക്കുന്ന അങ്ങയുടെ ഭൃത്യനായിട്ടുള്ള, അത് എടുത്തു പറയുകയാണ്, അങ്ങയുടെ ഭൃത്യനായിട്ടുള്ള സുഗ്രീവനെ കണ്ട് അവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ച്, എന്നിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് ശ്രീരാമദേവന്റെ അടുത്ത് കൊണ്ടുപോയി കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും അങ്ങേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഈ കാര്യം എന്താണോ ഇവർ തമ്മിൽ സഖ്യം ചെയ്തത് അത് സാധിക്കാം. താരാവചനമേവം കേട്ട് ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. അപ്പോൾ ഇതാണ് ആ ഒരു അനുനയത്തിൻ്റെ ഒരു രീതി. അങ്ങനെ താരയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒന്ന് തണുത്തു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും, പക്ഷെ സുഗ്രീവന്റെ പേടി അപ്പോഴും പോയിട്ടില്ല. അപ്പോഴും ഇങ്ങനെ പേടിച്ചുകൊണ്ട് സത്വരം ഉത്ഥാനവും ചെയ്തു. പെട്ടെന്ന് എഴുന്നേറ്റു, ആ ഇരുന്നിടത്ത് എഴുന്നേറ്റു വന്ദിച്ചു. മത്തനായി വിഹ്വലിതേക്ഷണനാം, പേടി നിഴലിക്കുന്ന കണ്ണുകളോടെ ഉള്ള ആ കപിസത്തമനെ കണ്ട്, സുഗ്രീവനെ കണ്ട് കോപേന ലക്ഷ്മണൻ, അപ്പോഴും ലക്ഷ്മണന് സുഗ്രീവനോടുള്ള ദേഷ്യമൊന്നും പോയിട്ടില്ല. മിത്രാത്മജനോട് ചൊല്ലിനാൻ, സുഗ്രീവനോട് പറഞ്ഞു, നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ? എന്താ മറന്നത്? വൃത്രാര്യപുത്രനെ കൊന്ന ശരം ആര്യപുത്രൻ കരസ്ഥിതമെന്നും അറിയുക. നീ അത് മറക്കണ്ട. ബാലിയെ കൊന്ന ശരം ഇപ്പോഴും എൻ്റെ ജ്യേഷ്ഠന്റെ കയ്യിലുണ്ട്. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്ന് നാഥൻ അരുൾ ചെയ്തു. എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ബാലി പോയ വഴിയെ സുഗ്രീവനും പോകാൻ ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ സത്യം ലംഘിക്കുകയാണെങ്കിൽ അവനെ ഞാൻ വധിക്കുമെന്നർത്ഥം. ഇത്തരം സൗമിത്രി ചൊന്നത് കേട്ട് അതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. ഹനുമാനാണ് ഉത്തരം പറയുന്നത്. യുദ്ധം അരുൾ ചെയ്യുവതിന് എന്ത് കാരണം? എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ, ഇവൻ ഈ സുഗ്രീവൻ ഏറ്റവും വലിയ ഭക്തനാണ്, പുരുഷോത്തമനായ ഭഗവങ്കൽ. കപിസത്തമൻ ഓർക്കിൽ സുമിത്രാത്മജനിലും മാത്രമല്ല അങ്ങയിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നു, ദാ ഉണർന്നു കഴിഞ്ഞു ഞങ്ങൾ. താമസമെന്നിയെ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നിടുകയല്ലേതും. വിസ്മയം അമ്മാറ് കണ്ടീലയോ ഭവാൻ? അങ്ങ് കണ്ടില്ലേതാ? വേഗേന നാനാദിഗന്തരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കണ്ടോ, സകല ദിക്കുകളിൽ നിന്നും വാനരന്മാർ എത്തിയിരിക്കുന്നു. ശ്രീരാമകാര്യം അശേഷേണ സാധിക്കും ആമയമെന്നിയെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത് സാധിക്കും വാനരനായകൻ. ഈ സുഗ്രീവനെ കൊണ്ട് ഇത് സാധ്യമാണ്. മാരുതി ചൊന്നത് കേട്ട് സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. അപ്പോൾ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ കോപിച്ചു വന്നത്. അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് കണ്ടപ്പോൾ ലക്ഷ്മണനും കുറച്ചൊന്ന് ലജ്ജ തോന്നി. താൻ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പോഴേക്കും സുഗ്രീവൻ അർഘ്യപാദ്യാദ്യേന പൂജ ചെയ്ത് അഗ്രഭാഗെ വീണ്ടും വണങ്ങിനാൻ. ലക്ഷ്മണനെ ഒന്നുകൂടെ വണങ്ങി. ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ, ഞാൻ മറന്നിട്ടില്ല ഒന്നും. ശ്രീരാമന്റെ ദാസനാണ് ഞാൻ. രാഘവ കാരുണ്യലേശേന, ശ്രീരാമചന്ദ്രന്റെ ആ കാരുണ്യം കൊണ്ട് മാത്രമാണ് അദ്യ രക്ഷിതൻ, ഞാൻ രക്ഷിക്കപ്പെട്ടത്.
ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ട് രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. എനിക്കറിയാം ശ്രീരാമചന്ദ്രന് ഞങ്ങളുടെ ഒന്നും ഒരു സഹായവും ആവശ്യമില്ല. ലോകത്രയത്തെ തന്നെ ജയിക്കാൻ സാധിക്കുന്ന രാഘവന് എന്തിനാണ് ഞങ്ങളുടെ സഹായം? എന്നിട്ടും ഞങ്ങളോടുള്ള കാരുണ്യത്താലാണ് ശ്രീരാമചന്ദ്രൻ്റെ സേവാർത്ഥം ഓർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തൻ നിയോഗത്തെ വഹിക്കുന്നു. ഇതൊരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ആ രാമചന്ദ്രനു വേണ്ടി ഞങ്ങൾക്ക് ഒരു ദാസനായിട്ട് ഇങ്ങനെ സേവിക്കാൻ സാധിക്കുന്നത് ഭാഗ്യമാണ്. അർക്കാത്മജൻ മൊഴി കേട്ട് സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. അപ്പോൾ ലക്ഷ്മണൻ്റെ ദേഷ്യം എല്ലാം പോയി. മാത്രമല്ല ചെറിയൊരു കുറ്റബോധവും വന്നു. അങ്ങനെ പറഞ്ഞു, ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക. മഹാഭാഗനല്ലോ നീ വലിയ മനസ്സിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ക്ഷമിക്കുക. നിങ്കൽ പ്രണയം അധികമുണ്ടാകയാൽ നിന്നോട് അത്രയും ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോയത്. കാരണം അത്രയും ഇഷ്ടമുള്ള നീ ഇങ്ങനെ എന്താ ചെയ്തത് എന്ന സങ്കടം കൊണ്ട് പറഞ്ഞിതു ഞാനെടോ. വൈകാതെ പോക വനത്തിന് നാം ഇനി നമ്മൾ ഒരുമിച്ച് പോവുകയാണ്. രാഘവൻ താനേ വസിക്കുന്നതുമെടോ. ജ്യേഷ്ഠനായ രാമൻ അവിടെ തനിച്ച് ഇരിക്കുകയാണ്. നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു.